പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്ത വ്ളോഗർ ജ്യോതി മൽഹോത്രയെ 5 ദിവസം ഹരിയാന പോലീസിൻ്റെ കസ്റ്റഡിയിൽ വിട്ടു. പഹൽഗാമിന് തൊട്ടു മുമ്പ് പാകിസ്ഥാൻ സന്ദർശിച്ച് അവർക്ക് ഇന്ത്യയെപ്പറ്റിയുള്ള വിവരങ്ങൾ കൈമാറിയെന്നാണ് ഇവരുടെ പേരിലുള്ള ആരോപണം. അവർ പാകിസ്ഥാനിലും ചൈനയിലും പോയിട്ടുണ്ട്. പാകിസ്ഥാനിലെ പല പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് ഇപ്പം മനസ്സിലാവുന്നു. അവരിപ്പം ഹരിയാന പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. പല പ്രാവശ്യം പോയതിൻ്റെ സോഴ്സ്, അതിൻ്റെ പണം ചെലവ്, അതൊക്കെ എങ്ങനെയാണ്, എവിടെ നിന്നാണ് അതിൻ്റെ ചിലവ്, അത് തന്നെ പാകിസ്ഥാനിലെ സഞ്ചരിച്ച സമയത്ത് ആരെയൊക്കെ കണ്ടിരിക്കുന്നു, എന്താണ് അവരുമായിട്ട് കൈമാറിയത്, പാകിസ്ഥാനിലെ ചില ഉദ്യോഗസ്ഥരെ അവരുടെ ചാരപ്രവർത്തനം നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ പലരും ഇവരെ കണ്ടിരിക്കുന്നു എന്നാണ് വന്നിരിക്കുന്നത്. അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർ കൂടെ അവർ പോകുന്ന റീൽസ് എല്ലാം ഇടും. കേരളത്തിൽ അവർ വന്നിട്ടുണ്ട്. ഒരു 3 മാസം മുമ്പ് കേരളത്തിലെത്തി. കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളും, ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലങ്ങളെല്ലാം അവർ ഒപ്പിയെടുത്തുകൊണ്ട് പോയെന്നേ പറയാം. അവർ തിരുവനന്തപുരത്ത് വന്നിരുന്നു, കോവളത്ത് വന്നിരുന്നു, അതുപോലെ തന്നെ കുമരകത്ത് പോയിരിക്കുന്നു, വർക്കലയിൽ പോയിരിക്കുന്നു, മൂന്നാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ സഞ്ചരിച്ചിട്ടുണ്ട്. അവർ കണ്ണൂർ, കോഴിക്കോട്ടും ഒക്കെ പര്യടനം നടത്തി. 3 മാസത്തോളം അവർ കേരളത്തിലുണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. അവർ മെട്രോ സ്റ്റേഷനിലെ എറണാകുളം വാട്ടർ മെട്രോയുടെയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. തൃശ്ശൂർ അവിടെ 1-2 നെയ്ത്തുശാലകൾ അവിടെ സന്ദർശിച്ചിരിക്കുന്നു. കോഴിക്കോട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ സഞ്ചരിച്ച് അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി അവർ ചർച്ച നടത്തിയിരുന്നു എന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഹരിയാന സ്വദേശിയായ ജ്യോതി മൽഹോത്ര എന്ന ജ്യോതിക്ക് 33 വയസ്സ് പ്രായമുണ്ട്. അവരുടെ പിതാവ് ഇതെല്ലാം നിഷേധിക്കുന്നത് പോലീസ് ഉണ്ടാക്കുന്ന കള്ളക്കഥയാണ് എന്ന് പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലങ്ങൾ, ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും അവർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, UP-യിലെ പല സ്ഥലങ്ങളും, പഞ്ചാബിലും പല സ്ഥലങ്ങളും, ഹരിയാനയിലും ഒക്കെ അവർ സഞ്ചരിക്കുന്നു. ഇന്ത്യയിൽ ഇവരോടൊപ്പം തന്നെ 10-12 പേരെ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പാകിസ്ഥാൻ സന്ദർശനം പഹൽഗാം അപകടത്തിന് അല്ലെങ്കിൽ ആ പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് തൊട്ട് മുമ്പായിരുന്നുള്ള പ്രാധാന്യമുണ്ട്. ജ്യോതിയുടെ ഫോളോവേഴ്സ് 3.77 ലക്ഷം തന്നെയാണെന്നാണ് പറയുന്നത്. അവർ അങ്ങനെ ഉണ്ടാക്കിയ പണം കൊണ്ടാണോ പോയത്, അല്ലെങ്കിൽ ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം? ഇവർ മാലിദ്വീപിൽ പോയി എന്ന് പറയുന്നു. അവിടുന്ന് ഇവർ ഇന്തോനേഷ്യയുടെ ഭാഗത്തൊക്കെ പോയി എന്ന് പറയുന്നു. അതൊരു പാകിസ്ഥാൻ ഇൻ്റലിജൻസിലെ ഒരു ഉദ്യോഗസ്ഥനൊപ്പമാണ് പോയത്. ബാലിയിലേക്ക് എത്തിയത് ആ ഉദ്യോഗസ്ഥനൊപ്പം ആണ് എന്ന് വാർത്ത വരുന്നുണ്ട്. ആ വിവരങ്ങളൊക്കെ അവർ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുവെന്ന്. പക്ഷേ അവർ ഒരു വ്ളോഗറുടെ രീതിയിലാണോ പെരുമാറിയത്, അതോ എന്തെങ്കിലും ഇന്ത്യയെപ്പറ്റി കൈമാറിയോ? ഇവരെടുത്ത ഇന്ത്യയുടെ പിക്ചറുകളും ഇന്ത്യയുടെ ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലങ്ങളെപ്പറ്റി അതെല്ലാം ഈ വ്ളോഗർ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ കൈമാറിയിട്ടുണ്ടോ, കൈമാറി പണം വാങ്ങിച്ചിട്ടുണ്ടോ, ഇതൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാനിൽ പല തവണ ഇവർ പോയിട്ടുണ്ടെന്നാണ് വരുന്നത്. പാകിസ്ഥാനിൽ മാത്രമല്ല, ചൈനയിലും പല തവണ പോയിരിക്കുന്നു. നമ്മുടെ ശത്രു രാജ്യങ്ങൾ മാത്രമാണ് ഇവർ കൂടുതൽ സമയം പോയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ആരെയൊക്കെ ആണ് അവിടെ കണ്ടത്, എന്താണ് കൺവേ ചെയ്ത്, ഈ ഡിജിറ്റലായിട്ട് ഇവർ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളെല്ലാം തീർച്ചയായിട്ടും അത് നെറ്റിൽ അവൈലബിൾ ആണല്ലോ, അതെല്ലാം ചോദിച്ച് വാങ്ങിയോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതായാലും പഞ്ചാബ് പോലീസ് ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അവർ പറയണത് പാകിസ്ഥാനിലെ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരുമായിട്ട് ഇവർക്ക് നല്ല ബന്ധമുണ്ട്, അവർക്ക് ഇന്ത്യയുടെ പല രഹസ്യങ്ങളും കൈമാറി എന്നാണ് ഇപ്പം വരുന്നത്. ഈ രീതിയിലുള്ള പ്രവർത്തനം ഇന്ത്യയിൽ പലരും ചെയ്യുന്നതായിട്ട് ഇപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ നിന്നൊക്കെ ധാരാളം കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്ത്യയിലെ പല ആൾക്കാരും ഇതുപോലെ പണസമ്പാദനത്തിന് രാജ്യത്തിനെ വിൽക്കുന്നു എന്നൂടെ വരുന്നുണ്ട്. സൈനികമായ നടപടികൾ ഇന്ത്യ പാകിസ്ഥാനെതിരായിട്ട് നടത്തിയ ശേഷം ഇന്ത്യയിൽ അവർ ആക്രമിക്കാൻ ശ്രമിച്ച സ്ഥലങ്ങളൊക്കെ പാകിസ്ഥാന് നല്ല നിശ്ചയമായിരുന്നു എന്നും വരുന്നുണ്ട്. ഈ ജ്യോതിയുടെ അറസ്റ്റോടുകൂടി അവർക്കെതിരായിട്ട് രാജ്യദ്രോഹകരമായ കുറ്റങ്ങൾ വെളിയിൽ വന്ന് ചാരപ്രവർത്തനം നടത്തി എന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പം വരുന്ന വാർത്ത. അങ്ങനെയെങ്കിൽ അവർ തീർച്ചയായിട്ടും
ജയിൽ മോചിതയാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ജയിലിൽ തന്നെ കഴിയേണ്ടി വരും വർഷങ്ങളോളം. ജാമ്യം കിട്ടാനുള്ള നടപടികളൊന്നും ഇപ്പം വിലപ്പോവില്ല. ഏതായാലും ഇതുപോലെ ഇന്ത്യ വിട്ടുപോയി പല രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നവർ അവിടെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെപ്പറ്റിയുള്ള വീഡിയോ ഓഡിയോ ഒക്കെ കൊടുക്കുന്നത് അതത്ര നല്ലതല്ല. അത് രാജ്യത്തെ വിറ്റ് പണം വാങ്ങുന്ന സന്ദർഭമാണ്. അതുപോലെ പല രാജ്യങ്ങളും ഇന്ത്യയുടെ ശത്രുത കാണിക്കുന്നവർക്കൊക്കെ ഇതുപോലെയുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ വിവരങ്ങൾ കൈമാറുന്നത് ഇനി ശ്രദ്ധിക്കണം ആൾക്കാർ. ഇന്ത്യക്കാർ പൊതുവെ പ്രത്യേകിച്ച് കേരളത്തിലുള്ള നാനാ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. അവിടങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചിലരും തന്ത്രപരമായി ഇതുപോലെയുള്ള ചാരസംഘടനയിൽ പ്രവർത്തിക്കുന്ന ആ രാജ്യത്തിലെ ഉദ്യോഗസ്ഥർ അത് നിങ്ങൾ അറിയാതെയോ അറിഞ്ഞോ നിങ്ങളെയൊക്കെ സന്ദർശിച്ച് ആവശ്യമായ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇന്ത്യക്കാർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കുടുംബമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിലുള്ളവർ ധാരാളം പേര് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ക്ലൂ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ രീതിയിൽ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്നവർക്ക് പല കടമ്പകൾ ഇതുപോലെ കടക്കേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധിക്കണം എല്ലാവരും. ദേശയാത്ര നടത്തുമ്പം ഇതിനെപ്പറ്റി കൂടുതൽ വിവരം അക്കാഡമിക് ഇൻട്രസ്റ്റ് പലരും ചോദിച്ചെന്ന് വരാം, നമ്മൾ പറഞ്ഞെന്നും വരാം. പക്ഷേ കൂടുതൽ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് സംശയം മനസ്സിൽ വരണം. അങ്ങനെയുള്ള വിവരങ്ങൾ കൊടുക്കാൻ പാടില്ല. ആ ഉത്തരം പറയാതെ പൊട്ടം കളിച്ച് അവിടുന്ന് മുങ്ങുന്നതാണ് നല്ലത്. ജ്യോതി മൽഹോത്രയുടെ ഒപ്പം മറ്റു പലരും പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയിൽ ചാരപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 12ഓളം പേരെ കേന്ദ്രത്തിലെ അന്വേഷണ ഏജൻസികൾ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തും. ഇനിയും പലരും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്ത ആൾ ഒരു CRPFിലെ ASI ആണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സൈനിക ശക്തികളൊന്നായ CRPFിൻ്റെ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ASI മോത്തിറാം ജാട്ടിനോ എന്നയാളെയാണ് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പം ചാരപ്രവർത്തനം നടത്തിയതിൽ അറസ്റ്റ് ചെയ്തത്. പഞ്ചാബും ഹരിയാനയും UPയും രാജസ്ഥാൻ ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് 12ഓളം പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.